വളരെ ദയനീയമായിട്ട് വീട്ടിൽ രക്ഷയില്ലാഞ്ഞിട്ടാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ തൊഴിലാളികൾ ഇപ്പോൾ ഈ രംഗത്ത് വരുന്നത്. ആരോടൊരു കമ്മിറ്റ്മെന്റും ഇല്ല, ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല. രക്തം വാർന്ന് കിടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോവുക. അവിടെ ചെന്ന് പറയും ഈ മരുന്ന് മേടിച്ചുകൊണ്ട് പോവാ. 10 പൈസ കയ്യിലേ നമ്മൾ രക്ഷിക്കാൻ ചെന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം ജീവിതാനന്ദാലും കോടതി കയറി കിടക്കുക. ആരോ പറഞ്ഞിരുന്നു പടിഞ്ഞാറൻ മേഖല വന്നു, അത് കംപ്ലീറ്റും ആ സംഭവം എല്ലാം അതനുസരിച്ചുള്ള ലോകത്തെ അറിയിക്കാൻ കഴിയുന്നത് നാടൻ മലയാളിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അതിദരിദ്രമില്ല എന്ന് ആവർത്തിച്ച് പറയുമ്പോൾ 10 ഓട്ടോറിക്ഷക്കാരുടെ കുടുംബത്തിന്റെ കഥ തന്നെ നോക്കിയാൽ അറിയാം. കൂലിവണ്ടി വഴി 85 വയസ്സും 90 വയസ്സുള്ളവർ പോലും ഇന്ന് ഈ ഫീൽഡിലുണ്ട്. വളരെ ദയനീയമായിട്ട് വീട്ടിൽ രക്ഷയില്ലാഞ്ഞിട്ടാണ് ഞങ്ങളെപ്പോലുള്ള സാധാരണ തൊഴിലാളികൾ ഇപ്പോൾ ഈ രംഗത്ത് വരുന്നത്. അവരെക്കുറിച്ച് അന്വേഷിക്കാനോ അല്ല അവരുടെ പരിഭവങ്ങൾ കേൾക്കാനോ അല്ല അവർക്കുള്ള സംഘടനാ തലത്തിലോ അല്ല ഏതെങ്കിലും തരത്തിൽ അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനങ്ങളും ഇതുവരെ വന്നിട്ടില്ല. കാരണം ഒരു ആനുകൂല്യങ്ങളില്ല. എത്രയോ മരണങ്ങൾ സംഭവിക്കുന്നു. ഒന്ന് അടിയന്തരമായിട്ട് ഒരു ഹെൽപ്പ് ഡെസ്ക് ഹോസ്പിറ്റലുകളിൽ പോലും തയ്യാൻ ഇന്നത്തെ സർക്കാർ വന്നിട്ടില്ല. ഏറ്റവും കൂടുതൽ നികുതി ഇനത്തിൽ പണം കൊടുക്കുന്നത് തൊഴിലാളി വർഗമാണ്. എല്ലാ ട്രേഡ് മേലും നോക്കിക്കൊണ്ട് വാഹനത്തിൻ്റെ ഇൻഷുറൻസ് ആയാലും ടാക്സ് ആയാലും ക്ഷേമനിധി ആയാലും അതല്ലാതെ തന്നെ നമ്മൾ ടാക്സ് ഇനത്തിൽ കൊടുക്കുന്ന ഏറ്റവും നല്ല ശതമാനം ബോണസിന് അർഹരമായിട്ടുള്ളവർ തൊഴിലാളികളാണ്. അവരെ മറന്നുകൊണ്ട് ഏതോ സംഘടിത മേഖലയിൽ വലിയ ഉയർന്നവരെ രക്ഷിക്കാനുള്ള തത്രപ്പാടാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പോൾ ഈ ഗ്യാസിൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ എത്രയോ തൊഴിലുകൾ നഷ്ടപ്പെട്ടു. ആരോടൊരു കമ്മിറ്റ്മെൻറ്റും ഇല്ല, ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല. ഇതൊക്കെ നാടാകുമ്പോൾ നടുവേ ഓടുന്നു എന്ന് പറയുന്ന ഒരു രീതിയിലാണ് അവർ പോകുന്നത്. അത് എമർജൻസി ആയിട്ട് പറഞ്ഞു. ടെസ്റ്റിംഗ് ഫീസിന്റെ കാര്യം പറഞ്ഞു. കൊടുന്നതിന് വേണ്ടാവുന്ന ഈ ഭീമമായ വർധനവ് എവിടുന്ന് ഞങ്ങൾ ഉണ്ടാക്കും? 300-350 രൂപയാണ് ഒരു ഓട്ടോറിക്ഷക്കാരന് ശരാശരി ഇപ്പോഴത്തെ ഉള്ള ഓട്ടം. ആ സമയത്ത് അതിൽ നിന്ന് മിച്ചം പിടിക്കാൻ കഴിയുമോ? ഏതെങ്കിലും തരത്തിൽ ഞങ്ങളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കാൻ, അല്ല ഞങ്ങളുടെ പരാതി കേൾക്കാൻ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഹെൽപ്പ് ഡെസ്ക് ആവശ്യമാണ്. ഒരു ഹോസ്പിറ്റലിൽ ഇപ്പോൾ ആക്സിഡൻ്റ് ആയിട്ട് കൊണ്ടുപോകുന്നുണ്ട്, രോഗികളെ കൊണ്ടുപോയി അവൻ്റെ അവിടെ പ്രതിയാവുക. കാരണം ഒരു ഐ വിറ്റ്നസ് ആയിട്ട് അവൻ്റെ പേരവിടെ എഴുതി ചേർക്കുക, കോടതി പേര് വരാന്ന് നടക്കുക. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അടിയന്തരമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോലും പറയണം ഒരു ഹെൽപ്പ് ഡെസ്ക് ഡ്രൈവേഴ്സിന് വേണ്ടിയിട്ട് ഒരു പുതുമ നിറഞ്ഞ ഒരു ഇത് കിടക്കണം എന്നുള്ളത് സർക്കാരിനോട് എനിക്ക് വളരെ അത്യന്തമായിട്ട് ഞാൻ പറയുന്ന സംഭവമാണ്. കാരണം ആക്സിഡൻറ്റ് ഉണ്ടാകുമ്പോൾ എല്ലാവരും കൈയൊഴിയും. ഈ പാവപ്പെട്ട തൊഴിലാളി പോലീസുകാർ പോലും വന്നു കഴിഞ്ഞാൽ പറയും എടാ അവൻ്റെ വണ്ടി കൊണ്ടുപോകൂ എന്നൊരു ധിക്കാരമായ വാക്കല്ലാതെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞത് ഈ കഴിഞ്ഞ 2 അനുഭവങ്ങളും ഉണ്ട്. രക്തം വാർന്ന് കിടക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പൊക്കിക്കൊണ്ട് പോവുക. അവിടെ ചെന്ന് പറയും ഈ മരുന്ന് മേടിച്ചുകൊണ്ട് പോവാ. 10 പൈസ കയ്യിലേ നമ്മൾ രക്ഷിക്കാൻ ചെന്ന് നമുക്ക് കിട്ടുന്ന അനുഭവം ജീവിതാനന്ദാലും കോടതി കയറി കിടക്കുക. അപ്പോൾ ഇതിനൊക്കെ ആയിട്ടുള്ള ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വികാരങ്ങളെ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള പഠിച്ചിട്ട് അതിൻ്റെ അനുസരിച്ചുള്ള തൊഴിലാളി വർഗത്തിന് വേണ്ടി ക്ഷേമനിധിയേക്കാൾ ഉപരി ഇപ്പോൾ അസംഘടിത സ്വന്തം വണ്ടിക്കാർ ഏറിയ വന്നും ബാക്കിയുള്ള ഞങ്ങളെപ്പോലുള്ള ഒരു ഗതിയും പറയുകയില്ലാത്ത വയസ്സന്മാർ ഇവിടെ വണ്ടി ഓടിക്കുന്നുണ്ട്. ഏത് സർക്കാർ വരണമെന്നാണ് ഉചിതം? ഇപ്പോൾ ഈ നിലവിൽ ഞങ്ങൾ നോക്കിയിട്ട് കോൺഗ്രസ് സർക്കാരിന് തന്നെയാണ് ഏറ്റവും മുൻതൂക്കം. കാരണം ഇവിടെ നടന്ന ഒരുപാട് ട്രെയിൻ സമരങ്ങളുണ്ടായി. അന്നേരമൊക്കെ യഥാർത്ഥത്തിൽ ഞങ്ങളെ ശിക്ഷിക്കാൻ വന്നുള്ള കോൺഗ്രസ് സർക്കാർ പറയാതിരിക്കാൻ പറ്റുകയില്ല. കാരണം നമുക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയമൊന്നുമില്ല. എങ്കിൽ കൂടിയും നമ്മളോട് പൊരുത്തപ്പെട്ടും നമ്മുടെ സഹായം പോലീസ് ഭാഗത്തു നിന്നായാലും മറ്റേത് തരത്തിലാണ് ഞങ്ങൾക്ക് നീതി ഇപ്പോൾ ലഭിക്കുന്നത് മുഴുവൻ കോൺഗ്രസ് സർക്കാരിനെ പറയാതിരിക്കാൻ പറ്റുകയില്ല. പ്രത്യേകിച്ച് ഈ മണ്ഡലത്തിൻ്റെ കാര്യം. ഇതുവരെ ഭരണം സർക്കാരിന്റെ ഭരണം പൂർണ്ണമായിട്ടും നല്ലതാണെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. കാരണം പല മേഖലയിലും അമ്പേ പരാജയപ്പെട്ടിട്ടുണ്ട്. ഒന്നാമത് പടിഞ്ഞാറൻ മേഖലയിലുള്ള വെള്ളം കയറി കിടക്കുന്നതിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ഞാൻ ഉൾപ്പെടെയുള്ളവർ. കാരണം അവിടെ ശാശ്വതമായിട്ട് ഒരു പരിഹാരം വന്നിട്ടില്ല. ഇപ്പോഴും നിന്ന് നോക്കാം, മഴ പെയ്താൽ അവിടെ മുഴുവൻ വഴി നിറഞ്ഞ് വെള്ളമാണ്. ഞങ്ങൾ ഒരു ദുരിതാശ്വാസ ക്യാമ്പ് പോലും ഇല്ല. പടിഞ്ഞാറൻ മേഖല തിരുവാർ 5-ാം വാർഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞത്. ഈ സാധനങ്ങളെല്ലാം ഈ പറഞ്ഞ പരാതികളും ഈ അനുഭവങ്ങൾ ഒപ്പിയെടുത്ത് അതായത് ലോകസദ്യ മലയാളം മലയാളി അവർക്കേ മാറ്റാവുന്ന ഒരു കരുണ തോന്നി. കാരണം ഈ വിവരം അറിഞ്ഞു. ആരോ പറഞ്ഞിരുന്നു പടിഞ്ഞാറൻ മേഖല വന്നു, അത് കംപ്ലീറ്റും ആ സംഭവം എല്ലാം അതനുസരിച്ചുള്ള ലോകത്തെ അറിയിക്കാൻ കഴിയുന്നത് നാടൻ മലയാളിക്ക് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് പോലും ഒരു MLA-മാരും MP-മാരും തിരിഞ്ഞു നോക്കിയിട്ടില്ല. അന്നേരവും ഈ അത്തരത്തിലുള്ള ഓരോ ദുഃഖത്തിന്റെയും ദുരിതത്തിന്റെയും കഥകൾ പറയണ 100 കണക്കിന് കഥയുണ്ട്. ഭരണമാറ്റം ഉണ്ടാകണം അല്ലേ? തീർച്ചയായിട്ടും. ഇപ്പൊ ഭരണത്തിന്റെ ആ വികാരമാണ് ഇപ്പോൾ കൊള്ളുന്നത്. കാരണം 10 വർഷം ഭരിച്ചില്ലേ, ഇനി കൂടെ അവർ കൊടുക്കട്ടെ. അവർ കൊടുത്തെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നോക്കട്ടെ. നമ്മൾ ആ പേരെടുത്ത് പറയുന്നില്ല. ഭരണത്തിൽ വളരെ പരാജയം സംഭവിക്കുന്നത്. കേരളം കടത്തിലാണ്. കടം എന്ന് പറഞ്ഞാൽ ഇത് കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ ഇനി സംഭവിക്കാൻ പോകുന്നത്. പെൻഷൻ കിട്ടുമോ അതും ദൈവത്തിന് അറിയാം. കാരണം കേന്ദ്രവും കേരളമായിട്ട് നല്ല ടൈംസിലല്ല പോകുന്നത്. അവർ വൈരാഗ്യത്തോടെ പോകുമ്പോൾ നമ്മളെപ്പോലുള്ളവർക്ക് ആരാണ് സഹായത്തിൽ വരുന്നത്?
അതുകൊണ്ട് ഒരു പക്ഷേ ഈ കോൺഗ്രസ് ഭരണത്തിൽ നിന്ന് ഞങ്ങൾ പ്രത്യാശയ്ക്ക് വകയുണ്ട്. പ്രത്യേകിച്ച് ശശി തരൂരിനെ പോലുള്ള ലീഡർഷിപ്പിലുള്ള ഞങ്ങൾക്ക് ഒരു ഭയവുമില്ല. അദ്ദേഹം സത്യസന്ധനായ മനുഷ്യനാണ്, കറപ്ഷൻ ഇല്ലാത്ത മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ആകെ ഒരു പ്രതീക്ഷ കോൺഗ്രസ് ഭരണം വരണം. അടുത്ത ഈ 10 വർഷം കൊണ്ട് അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയും. അതിലുപരിയാണ് നമ്മുടെ ഏറ്റുമാനൂർ മണ്ഡലത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാറിൻ്റെ അത് പുതുപ്പള്ളി ഇതെല്ലാം ഡെവലപ്പാണ് കോൺഗ്രസ് ഭരണത്തിൽ വരാതെ പറ്റുകയില്ല. കാരണം അത് അസന്നിഗ്ധമായിട്ട് ഞങ്ങൾക്ക് പറയാനുള്ള സംഭവം. അത് മറ്റു നമ്മൾ ആരെയും അവഹേളിക്കുകയോ അല്ലെങ്കിൽ അധിക്ഷേപിക്കുകയല്ല, ഞങ്ങളുടെ അനുഭവമാണ് ഞങ്ങൾ പറഞ്ഞത്. തൊഴിലാളി വർഗത്തിന് ഇതിൽ കൂടി ഒരു പ്രതീക്ഷ ഇനിയില്ല. അത് മാത്രമേ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളൂ.